ലിഷോയ്, എങ്ങനെയാണ് ലിഷോയ് നേരത്തെ പറഞ്ഞു വന്നപ്പോൾ കട്ടായി പോയി? അവിടെ ഈ അവസാന അരമുക്കാൽ മണിക്കൂറാണുള്ളത്. കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ അതോ നിലവിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയാണോ? ദിവിഷയെ നേരത്തെ ഞാൻ നിന്നിരുന്ന തളി സ്കൂളിൽ നിന്ന് തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആ പോളിംഗ് ബൂത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാവും എത്രത്തോളം ആ വരി പുറകോട്ട് ഉണ്ട് എന്നുള്ളത്. അതായത് വലിയ ഒരു തിരക്കാണ് ഇവിടെ ഈ പോളിംഗ് ബൂത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ആളുകൾ വരുന്നില്ല. ഷഹീദൊക്കെ അവിടെ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വലിയ തിരക്കാണ്. ഇവിടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഈ തളി മേഖലയിൽ വരവൂരിൽ രാവിലെ മുതൽ തന്നെ വലിയ ഒരു തിരക്കില്ല. അതായത് പോളിംഗ് ശതമാനമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ പുരുഷന്മാരുടെ വരിയായാലും സ്ത്രീകളുടെ വരിയായാലും എല്ലാം തന്നെ വലിയ തോതിൽ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ചേട്ടാ, കുറേ നേരമായോ നിൽക്കുന്നത്? രാവിലെ മുതൽ ഇങ്ങനെ തിരക്കുണ്ടോ അവിടെ? തിരക്കുണ്ടല്ലേ? ഇന്നെന്താ ഇറങ്ങുന്നില്ലല്ലോ? സ്ലോ ആണോ? ആണല്ലേ? കന്നിയോട്ടാണോ അതോ? കന്നിയോട്ടാണ്. അപ്പം കുറെ നേരമായി നിൽക്കണേ? കുറച്ച് നേരമായി അല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇലക്ഷനൊക്കെ ഇവിടെ? എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളി ടൈറ്റ് കോമ്പറ്റീഷനാ. ആര് ജയിക്കുന്നൊന്നും പറയാനും പറ്റില്ല അല്ലേ? അതിപ്പോ പറയില്ല, കയറി കുത്താണ്ടല്ലോ അല്ലേ? അതെ. എന്തായാലും ഇവിടെ ഇതിൽ അവസാനിച്ചിട്ടില്ല. ഇതിന് പുറകിലേക്ക് ഇനിയും ഉണ്ട്. കൂടാതെ ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കടക്കുന്ന ഒരു ഭാഗത്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ദിവിഷ്. എന്തായാലും ഈ ചേലക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നല്ല പോളിംഗ് ശതമാനമായിരുന്നു. 79% പോളിംഗ് ശതമാനം എത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത് ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് ശതമാനം നോക്കിയപ്പോൾ അത് പിന്നീട് കുറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ഇത്തവണ എന്തായാലും 75 കടക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ. കാരണം ഇതിനോടകം തന്നെ 65%-ലധികം പോളിംഗ് ചേലക്കര മണ്ഡലത്തിൽ ആകെ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ പഞ്ചായത്തുകൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ വിവിധ ഇടങ്ങളിലും വലിയ തോതിൽ ഈ ഒരു സമയത്ത് പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പൊതുവായി ഉള്ളത്. എന്തായാലും നമുക്ക് ഇനിയും കുറച്ച് സമയങ്ങളുണ്ട്, അരമണിക്കൂറോളം ഉണ്ട്. ആ ഒരു സമയത്ത് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റ് ബൂത്തുകളിലേക്കും എല്ലാം തന്നെ എത്തുമെന്നാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വയനാട്ടിലെ കാഴ്ചയല്ല ചേലക്കരയിലുള്ളത്. കാരണം ഏത് ഭാഗത്താണ്, ഇപ്പൊ ഷിനോജ് നിന്ന സ്ഥലത്താണെങ്കിലും ശരി, ലിഷോയ് നിന്ന സ്ഥലത്താണെങ്കിലും ശരി, നല്ല തിരക്കുണ്ട്. ആളുകൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ